പോലീസ് സേനയിൽ ക്രിമിനലുകൾക്ക് സ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമീപനവും പോലീസിൽ നിന്നുണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തണം. പോലീസ് സ്റ്റേഷനിലെത്തുന്ന സാധാരണക്കാർക്ക് നീതി ഉറപ്പാക്കാനാവണം. ലഹരി മാഫിയക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സലിം, പോലീസ് സേനയ്ക്കെതിരെ പലയിടങ്ങളിൽ നിന്നായി പരാതികൾ വരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനകൾ വന്നിരിക്കുന്നത്. എവിടെയാണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ പറഞ്ഞത്? അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, KPSOയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള പോലീസിനെയും പോലീസ് സേനയെയും വാനോളം പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്തൊരു പ്രസംഗമായിരുന്നു അരമണിക്കൂറിലധികം മുഖ്യമന്ത്രി നടത്തിയത്. അതിനിടയിലാണ് പോലീസ് സേനയിലെ ഈ നല്ല കാഴ്ചപ്പാടുകൾക്കൊപ്പം തന്നെ വളരെ ചുരുക്കം ചില ആളുകൾ ചിലർ ക്രിമിനലുകളായി കടന്നുകൂടിയിട്ടുണ്ട്, അത്തരക്കാർക്ക് പോലീസ് സേനയിൽ സ്ഥാനമില്ല എന്ന് പറയുന്നത്. ഈ ജനകീയമായ സേനയായാണ് കേരളത്തിൻ്റെ പോലീസ് സേന പ്രവർത്തിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ചില ആളുകളുണ്ട്. അത്തരം വ്യത്യസ്തത വന്നാൽ അവരോട് ഒരു വിട്ടുവീഴ്ചയും സ്വീകരിക്കില്ല, സർക്കാരും സ്വീകരിക്കില്ല, സേനയും സ്വീകരിക്കില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകുന്നത്. തെറ്റിനെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കും. എങ്ങനെ ശരിയായ നിലയെ പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ തന്നെ തെറ്റായ നിലപാടുകളെ എതിർക്കുകയും ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട സേനയാണ് പോലീസ് സേന. അതിൽ ക്രിമിനലുകൾക്ക് സ്ഥാനമില്ല. സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സർക്കാർ തുടരും എന്നും മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. പ്രജിൻ, ശരി. സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.